പ്രിയ സഹോദരങ്ങളെ, ഈ ആഴ്ച മുതൽ തുടർന്നുള്ള ചില ആഴ്ചകളിൽ ഞാൻ അയക്കുന്ന മെസ്സേജുകൾ മിനിസ്ട്രിയിലുള്ള സഹോദരങ്ങൾക്ക് വേണ്ടി നടത്തിയ ഒരു സെമിനാറിൻ്റെ ഭാഗങ്ങളാണ്. അതുകൊണ്ട് അതിൽ പ്രധാനമായും ദൈവവേലക്കാരെ ഊന്നിക്കൊണ്ടാണ് അതിലെ കാര്യങ്ങൾ സംസാരിക്കുന്നത്. എന്നാൽ അത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ പ്രയോജനകരമായതുകൊണ്ടാണ് ഞാനിത് എല്ലാവർക്കുമായിട്ട് പോഡ്കാസ്റ്റ് ചെയ്യുന്നത്. ദൈവം നമ്മെ സഹായിക്കട്ടെ. വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്ന ഒരു വാക്കുണ്ട്, ചെവിയുള്ളവൻ കേൾക്കട്ടെ. നമുക്കറിയാം, കർത്താവ് ഉദ്ദേശിച്ചത് അക്ഷരാർത്ഥത്തിലുള്ള ചെവിയല്ല, കേൾക്കാൻ മനസ്സുള്ളവൻ കേൾക്കട്ടെ. മനസ്സിലാകാത്തതും മനസ്സില്ലാത്തതും രണ്ടാണ്. ഒരു കാര്യം പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല, അല്ലെങ്കിൽ എനിക്ക് കഴിഞ്ഞില്ല, എന്നാൽ എനിക്ക് മനസ്സില്ല, അത് മറ്റൊന്നാണ്. ദൈവം നമ്മോട് പറയുന്ന കാര്യങ്ങൾ മനസ്സിലായില്ലെങ്കിൽ അത് വീണ്ടും നമ്മെ മനസ്സിലാക്കി തരാൻ കഴിയുന്ന ഒരു വലിയവനായ ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്. എന്നാൽ ദൈവം പറഞ്ഞ കാര്യം നമുക്ക് അനുസരിക്കാൻ മനസ്സില്ലെങ്കിൽ അത് മറ്റൊരു കാര്യമാണ്. അതാണ് ചെവിയുള്ളവൻ കേൾക്കട്ടെ. യേശു പറഞ്ഞ കാര്യം പലപ്പോഴും ആളുകൾക്ക് മനസ്സിലാകാഞ്ഞതിൻ്റെ കാരണം അവർക്ക് അത് മനസ്സിലാക്കാൻ താല്പര്യമില്ല. എന്നാൽ ദൈവം നമ്മോട് പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ തുറന്ന കാതോടും തുറന്ന ഹൃദയത്തോടും കൂടി നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. നമുക്ക് യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 21-ാമത്തെ വാക്യം വായിക്കാം. യേശു പിന്നെയും അവരോട്, നിങ്ങൾക്ക് സമാധാനം, പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു എന്ന് പറഞ്ഞു. നമ്മളെല്ലാവരും ദൈവത്തിൻ്റെ വേലയിലായിരിക്കുന്നവരാണ്. നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങളിലും നമുക്ക് തെറ്റിപ്പോകാം. അത് അത്ര ഗൗരവമുള്ള കാര്യമല്ല. ഇപ്പം ഞാൻ ഈ വെക്കേഷന് ഒരു സ്ഥലത്ത് പോകാൻ ആഗ്രഹിച്ചു, അതിന് പകരം മറ്റൊരു സ്ഥലത്ത് പോയി. അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഗുരുതരമായ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞിനെ ഒരു സ്കൂളിൽ വിടാൻ ആഗ്രഹിച്ചു, അവിടെ അഡ്മിഷൻ കിട്ടിയില്ല, അല്ലെങ്കിൽ തെറ്റായ ഒരു സ്കൂളിൽ ഞാൻ വിട്ടു. ഇതൊന്നും ഗുരുതരമായ കാര്യമല്ല. അല്ലെങ്കിൽ ജോലി, ഒരു ജോലിക്ക് പോലെ മറ്റൊരു ജോലിക്ക് പോയി, ഇതൊന്നും ഗുരുതരമായ കാര്യമല്ല. എന്നാൽ ഗുരുതരമായ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ആത്മാവിനെ സംബന്ധിക്കുന്ന കാര്യങ്ങളാണ്, ആത്മീകമായ കാര്യങ്ങളാണ്. നമ്മളിങ്ങനെ കേട്ടിട്ടുണ്ട്, ജീവിതത്തിൽ റീടേക്ക് ഇല്ല. സിനിമയിൽ ഒരാൾ അഭിനയിച്ച് തെറ്റിപ്പോയാൽ റീടേക്ക് ഉണ്ട്, പക്ഷെ ജീവിതത്തിൽ റീടേക്ക് ഇല്ല. അതാണ് യേശു പറഞ്ഞ ഉപമയിലെ ലാസറിൻ്റെയും ധനവാന്റെയും ഉപമയിൽ ധനവാൻ ഒരു റീടേക്കിന് വേണ്ടി ചോദിക്കുകയാണ്, ഒരവസരം കൂടി താ, ഞാൻ തിരുത്തട്ടെ. അപ്പോൾ അബ്രഹാം പിതാവ് പറയുന്നത്, അങ്ങനെ ഒരു ഏർപ്പാടില്ല, എനിക്കൊരു അവസരം താ, ഞാൻ എൻ്റെ നാട്ടിൽ പോയി എൻ്റെ ജനങ്ങളോട് ഞാൻ പറയട്ടെ, അതാണ് ശരി, ഞാൻ ചെയ്തതല്ല ശരി, മറ്റേതാണ് ശരി എന്ന് പറയട്ടെ. അപ്പോൾ പറഞ്ഞ് അങ്ങനെ ഒരു അവസരമില്ല. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ ആത്മീകമായ കാര്യങ്ങളിൽ തെറ്റിപ്പോവുക എന്ന് പറഞ്ഞാൽ വളരെ അപകടകരമായ ഒരു കാര്യമാണ്. നമ്മൾ ദൈവത്തിൻ്റെ വേലയിലായിരിക്കുമ്പോൾ ഒരു പ്രധാനപ്പെട്ട ചോദ്യത്തോടു കൂടെയാണ് നമ്മുടെ ബൈബിൾ സ്റ്റഡി ആരംഭിക്കുന്നത്. എന്താണ് മിനിസ്ട്രി? എന്താണ് മിനിസ്ട്രി? വാട്ട് ഈസ് മിനിസ്ട്രി? ഇവിടെ യേശു പറയുകയാണ്, പിതാവ് എന്നെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ ഏതൊരു കാര്യത്തിലും തെറ്റിപ്പോകാതിരിക്കാനുള്ള ഒരു വഴി എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിൻ്റെ കാൽച്ചുവടുകളെ പിന്തുടരുക, അല്ലെങ്കിൽ യേശു കാണിച്ചതിനെ അനുകരിക്കുക, അല്ലെങ്കിൽ അപ്പോസ്തലന്മാർ പഠിപ്പിച്ചതിനെ അനുകരിക്കുക, വേദപുസ്തകം പറയുന്നതിനനുസരിക്കുക. അത് അതുപോലെ അനുസരിച്ചാൽ നമുക്ക് ഒരിക്കലും തെറ്റിപ്പോകേണ്ടി വരികയില്ല. എന്താണ് ശുശ്രൂഷ എന്ന് ചോദിക്കുമ്പോൾ, വാട്ട് ഈസ് മിനിസ്ട്രി എന്ന് ചോദിക്കുമ്പോൾ ഇവിടെ കർത്താവ് പറയുകയാണ്, പിതാവ് എന്നെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെ അയക്കുകയാണ്. ഞാൻ എങ്ങനെയാണോ ഈ ഭൂമിയിൽ ശുശ്രൂഷ ചെയ്തത്, എന്നെ സംബന്ധിച്ച് എന്താണ് ശുശ്രൂഷ, അത് തന്നെ ആയിരിക്കണം നിങ്ങൾക്കും ശുശ്രൂഷ. മത്തായി സുവിശേഷം 10-ാം അധ്യായം 25-ന്റെ 1-ാമത്തെ ശിഷ്യൻ ഗുരുവിനെ പോലെയും ദാസൻ യജമാനനെ പോലെയും ആയാൽ മതി. ശിഷ്യൻ, നമ്മളെല്ലാവരും കർത്താവിൻ്റെ ശിഷ്യന്മാരാണ്. ശിഷ്യൻ ഗുരുവിനെ പോലെയും ദാസൻ യജമാനനെ പോലെയും ആയാൽ മതി. യേശുവിനെ പോലെ ആകുക, യേശുവിൻ്റെ കാൽച്ചുവടുകളെ പിന്തുടരുക. നമുക്കറിയാം, പലപ്പോഴും നാം
ശുശ്രൂഷ, കർത്താവിനെ ശുശ്രൂഷിക്കുക, ദൈവരാജ്യത്തിൽ പ്രവർത്തിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് മുൻപ് ചെയ്ത ആളുകളുടെ പാതകളെ നമ്മൾ പിന്തുടരുന്നു, അല്ലെങ്കിൽ നമ്മൾ കേട്ടിട്ടുള്ള കാര്യങ്ങൾ, വായിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ പിന്തുടരുകയാണ്. എന്നാൽ ഇവിടെ കർത്താവ് പറയുകയാണ്, യേശുവിന് എന്തായിരുന്നു ശുശ്രൂഷ അത് തന്നെ നിങ്ങൾക്കും ശുശ്രൂഷയായിരിക്കുക. യേശുവിൻ്റെ ശുശ്രൂഷ എന്തായിരുന്നു എന്നാണ് ഇന്ന് നമ്മൾ ചില കാര്യങ്ങൾ ചിന്തിക്കാൻ പോകുന്നത്. യേശുവിനെ സംബന്ധിച്ച് ശുശ്രൂഷ എന്ന് പറയുന്നത് അനുസരണമാണ്. ശുശ്രൂഷ, ഒബീഡിയൻസ് ഈസ് ദ മിനിസ്ട്രി. അനുസരണമാണ് ശുശ്രൂഷ. നമുക്കത് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം നമ്മൾ പലപ്പോഴും ശുശ്രൂഷയുടെ തുടക്കം മുതൽ മറ്റെന്തൊക്കെയോ നമ്മുടെ ഉള്ളിൽ കയറിയിട്ട്, നമ്മൾ കണ്ടത് കേട്ടതുമായ കാര്യങ്ങൾ കയറിയിട്ട് അത് ചെയ്യാനായി പലപ്പോഴും നമ്മൾ ആഗ്രഹിച്ചു. എന്നാൽ ശുശ്രൂഷ എന്ന് പറയുന്നത് കർത്താവ് എന്നോട് പറഞ്ഞത്, കർത്താവ് എന്നോട് കൽപ്പിച്ചത് അത് ചെയ്യുക മാത്രമാണ് ശുശ്രൂഷ. മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് വരും. ഇപ്പം ദൈവം എന്നോട് പറയുകയാണ്, ഞാൻ തിരുവനന്തപുരത്താണ് താമസിക്കുന്നത്, ഞാൻ നിന്നെ ശുശ്രൂഷയ്ക്കായി തിരഞ്ഞെടുത്തു, നീ എല്ലാ ദിവസവും രാവിലെ തിരുവനന്തപുരത്ത് തമ്പാനൂരുള്ള ബസ് സ്റ്റാൻഡിൽ പോയി നിൽക്കണം, രാവിലെ തൊട്ട് വൈകിട്ട് വരെ നിൽക്കണം എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചൊരു ശുശ്രൂഷ തിരുവനന്തപുരം മുഴുവൻ നടന്ന ട്രാക്റ്റ് കൊടുക്കുകയോ ഇവിടെ ഒരു സഭ ആരംഭിക്കുകയോ അല്ല. എന്നെ സംബന്ധിച്ചൊരു ശുശ്രൂഷ എല്ലാ ദിവസവും രാവിലെ തിരുവനന്തപുരത്തുള്ള തമ്പാനൂർ ബസ് സ്റ്റാൻഡിൽ പോയി അവിടെ നിൽക്കുക എന്നത് മാത്രമാണ്. അനുസരണമാണ് ശുശ്രൂഷ. യേശുവിൻ്റെ അമ്മയായ മറിയ കാനായിലെ കല്യാണ വീട്ടിൽ വെച്ച് പറയുന്നത്, അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുവിൻ. നമുക്ക് പലപ്പോഴും ഉണ്ടാകുന്ന പ്രശ്നം, ദൈവം കൽപ്പിച്ചിട്ട് ചെയ്യുന്നതിനേക്കാൾ ഉള്ള പ്രശ്നമുണ്ടാകുന്നത് ദൈവം കൽപ്പിച്ചില്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കും. ദൈവം കൽപ്പിക്കുന്നവരെയും പലപ്പോഴും വെയിറ്റ് ചെയ്യാൻ നമുക്ക് പറ്റത്തില്ല. ദൈവം കൽപ്പിച്ചില്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കും, ഇമാജിൻ ചെയ്യും, സങ്കല്പിക്കും. ഇതൊക്കെയാണ് ദൈവം ഊഹിക്കുന്നത്. അങ്ങനെ സങ്കല്പിച്ചാൽ കാര്യം ശരിയാകത്തില്ല. ദൈവം നമ്മോട് പറയുന്നത് ചെയ്യുന്നത് മാത്രമാണ് അനുസരണം. എന്നോട് പറഞ്ഞതായിരിക്കണമെന്നില്ല. ഷാജി ബ്രദറോട് പറഞ്ഞത്, ഒറീസയിൽ ദൈവം ചെയ്യുന്ന ദൈവാസനാണ് ഷാജി ബ്രദർ. എന്നോട് പറഞ്ഞതാകണമെന്നില്ല അദ്ദേഹത്തോട് പറഞ്ഞത്. അപ്പോൾ അദ്ദേഹം എൻ്റെ കാൽച്ചുവടുകളെ പിന്തുടർന്നാൽ വീണുപോകും. മറ്റൊരാളെ നോക്കിയല്ല ഞാൻ ശുശ്രൂഷ ചെയ്യേണ്ടത്. എന്നോട് ദൈവം കൽപ്പിച്ചത്, എനിക്ക് തന്നത് എന്താണോ, ഞാൻ എന്താണോ നിർവഹിക്കേണ്ടത് അത് മാത്രമേ ഞാൻ ചെയ്യാവൂ. നമുക്ക് നോക്കാം യേശുവിൻ്റെ അനുസരണത്തെക്കുറിച്ച്. നമുക്ക് നോക്കാം യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം 49-50 വാക്യങ്ങൾ. ഞാൻ സ്വയമായി സംസാരിച്ചിട്ടില്ല, എന്നെ അയച്ച പിതാവ് തന്നെ ഞാൻ ഇന്നത് പറയണമെന്നും ഇന്നത് സംസാരിക്കണമെന്ന് കൽപ്പന തന്നിരിക്കുന്നു. അവന്റെ കൽപ്പന നിത്യജീവൻ എന്ന് ഞാൻ അറിയുന്നു. മതി, ഞാൻ സ്വയമായി ഒന്നും സംസാരിച്ചിട്ടില്ല. യേശു ഈ ഭൂമിയിൽ വന്നപ്പോൾ ഞാൻ സ്വയമായി ഒന്നും സംസാരിച്ചിട്ടില്ല. യേശു പറയുകയാണ്, പിതാവ് എന്നോട് എന്ത് സംസാരിക്കണമെന്നും എങ്ങനെ സംസാരിക്കണമെന്നും പറഞ്ഞോ അത് ഞാൻ അനുസരിക്കുക മാത്രമാണ് ചെയ്തത്. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഉണ്ടാകുന്ന പ്രശ്നം, നമ്മുടെ സംസാരത്തിൽ നല്ല പങ്ക് സംസാരവും നമ്മുടെ വികാരത്തിൽ നിന്നുണ്ടാകുന്ന, പറയേണ്ടതല്ല നമ്മൾ പറയുന്നത്, നമുക്ക് തോന്നുന്ന കോപം, നമുക്ക് തോന്നുന്ന സ്നേഹം, നമുക്ക് തോന്നുന്ന വിദ്വേഷം, നമുക്ക് തോന്നുന്ന പക, നമുക്ക് തോന്നുന്ന അസൂയ. നമ്മൾ നമ്മുടെ കോപം വെളിപ്പെടുത്താൻ അല്ലെങ്കിൽ കോപം പുറത്തു കൊണ്ടുവരാൻ ഉപയോഗിക്കുന്ന പല വഴികളുണ്ട്. അതിൽ വളരെ മാന്യമായ ഒരു വഴിയാണ് ഉപദേശം. ഇപ്പം നമുക്ക് ഒരാളോട് ദേഷ്യം ഉണ്ടെങ്കിൽ ദേഷ്യപ്പെടാൻ പറ്റുന്ന ആളല്ല, അപ്പോൾ ആ ദേഷ്യം തീർക്കാൻ നമ്മൾ ഉപദേശിക്കും. ഒരിക്കലും യേശു ക്ഷമ ചോദിച്ചില്ല. എന്താ കാര്യം എന്നറിയാമോ? യേശു സംസാരിക്കുന്നതിന് മുൻപ് ചിന്തിച്ചു, നമ്മൾ സംസാരിച്ചതിന് കഴിഞ്ഞ ശേഷമാണ് ചിന്തിക്കുന്നത്. യേശുവിനെ സംബന്ധിച്ച് സ്വന്തമായി തനിക്ക് വാക്കുകളില്ല. ഇവിടെ പറഞ്ഞ 2 വാക്കുകൾ ശ്രദ്ധിക്കണം. അത് ചില ട്രാൻസ്ലേഷനിൽ അങ്ങനെ എഴുതിയിട്ടില്ല. ഇവിടെ ഇംഗ്ലീഷിലൊക്കെ അത് കാണാൻ പറ്റും. വാട്ട് ടു സേ ആൻഡ് ഹൗ ടു സേ. ഞാൻ എന്ത് സംസാരിക്കണമെന്ന് മാത്രമല്ല, എങ്ങനെ സംസാരിക്കണമെന്നും പിതാവ് പറയുന്നു, അതുപോലെ ഞാൻ ചെയ്തിരിക്കുന്നു. യേശുവിൻ്റെ അനുസരണം, യേശു ഈ ഭൂമിയിൽ വന്നപ്പോൾ സംസാരിച്ച ഓരോ വാക്കുകളും
അത് എങ്ങനെ സംസാരിച്ചു എന്നുള്ളതും ഒക്കെ പിതാവിനാൽ നിയന്ത്രിതമാണ്. എന്താണ് ശുശ്രൂഷ? അനുസരണമാണ് ശുശ്രൂഷ. യേശുവിനെ സംബന്ധിച്ച് പിതാവിനെ അനുസരിക്കലായിരുന്നു ശുശ്രൂഷ. യേശുവിൻ്റെ സംസാരം വളരെ തികഞ്ഞ സംസാരമായിരുന്നു. നമ്മൾ വായിക്കുന്നുണ്ട്, ജനങ്ങളൊക്കെ പറഞ്ഞു, ഇവൻ്റെ സംസാരം മറ്റുള്ളവരുടെ സംസാരം പോലെയല്ല, അധികാരത്തോടു കൂടിയുള്ള സംസാരമാണ്. ജനങ്ങൾ യേശുവിനെ കുറിച്ച് പറയുക അധികാരത്തോടെയുള്ള സംസാരമാണ്. വാക്കുകൾ അധികാരത്തോടെയുള്ളതാണ്. കാരണം തൻ്റേതായ വാക്കുകളൊന്നുമില്ല, പിതാവ് കൊടുക്കുന്നത് മാത്രമേ സംസാരിക്കൂ. അവിടെ താഴെ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്? അവൻ്റെ കൽപ്പന നിത്യജീവനാകുന്നു. ഞാൻ എന്തു പറയണമെന്നും എങ്ങനെ പറയണമെന്നും പിതാവ് കൽപ്പന തന്നിരിക്കുന്നു. അവൻ്റെ കൽപ്പന നിത്യജീവനാകുന്നു. നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഒരുപാട് ബൈബിൾ പ്രഭാഷണങ്ങളും ബൈബിൾ സ്റ്റഡീസും ബൈബിൾ വാക്യങ്ങളും ബൈബിൾ ക്വിസുകളൊക്കെ നടക്കുന്നുണ്ടെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ വചനത്തിന് എത്ര സ്വാധീനമുണ്ടെന്ന് ചിന്തിക്കേണ്ട ഒരു കാലഘട്ടമാണ്. നമ്മളെ ജീവിതത്തിൽ ഓരോ തെരഞ്ഞെടുപ്പുകൾ നടത്തുമ്പോഴും ദൈവത്തിൻ്റെ ആത്മാവിനാൽ നയിക്കപ്പെട്ടിട്ടാണോ തിരഞ്ഞെടുപ്പുകൾ നടത്തുന്നതെന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടമാണ്. നമ്മൾ മിനിസ്ട്രിയിലായിരിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ദൈവാത്മാവിനാൽ നയിക്കപ്പെട്ടിട്ടുള്ളതാണോ? ഈവൻ നമ്മൾ പറയുന്ന ഓരോ സന്ദേശങ്ങളും, ഈ ആഴ്ച നിങ്ങൾ സഭയിൽ പ്രസംഗിക്കാൻ പോകുന്ന ആ മെസ്സേജ് ദൈവത്തിൽ നിന്ന് ഒരു ആലോചന കിട്ടിയിട്ടാണോ അത് പറയുന്നത്? ഓരോന്നും പറയാൻ ഓരോ സമയമുണ്ട്. ഒരു പക്ഷേ നിങ്ങൾ നിങ്ങളുടെ ജഡത്തിൽ നിങ്ങളുടെ തോന്നലുകളിലാണ് ആ മെസ്സേജ് പറയുന്നതെങ്കിൽ, ഈ മെസ്സേജ് ഇന്ന് പറഞ്ഞാൽ കൊള്ളാം എന്ന് പറഞ്ഞാൽ അത് തെറ്റായ സമയത്തായിരിക്കും. ഓരോന്നിനും ഓരോ സമയമുണ്ട്. നടാനൊരു സമയം, കൊയ്യാനൊരു സമയം, ജനിക്കാനൊരു സമയം, മരിക്കാനൊരു സമയം ശലോമോൻ പറയുകയാണ്. അപ്പം എല്ലാറ്റിൻ്റെയും സമയത്തിനനുസരിച്ചേ കാര്യം സംഭവിക്കാവൂ. പിതാവ് എന്നെ ശുശ്രൂഷകനായി തിരഞ്ഞെടുത്തിട്ട് എന്നെ തൻ്റെ വയൽപ്രദേശത്താക്കി വെച്ചിരിക്കുകയാണ്. ഞാൻ ദാസനാണ്. പിതാവ് എന്നോട് എന്തു പറയണമെന്നും എങ്ങനെ പറയണമെന്നും പറഞ്ഞിരിക്കുന്നുവോ അത് മാത്രമേ ചെയ്യാവൂ. കൽപ്പന തന്നിരിക്കുന്നുവോ അത് മാത്രമേ ഞാൻ അനുസരിക്കാവൂ. യേശുവിന് അങ്ങനെ ആയിരുന്നു. പിതാവ് പറഞ്ഞത് മാത്രമേ യേശു ചെയ്തുള്ളൂ. രണ്ടാമത്തേത്, എങ്ങോട്ട് പോകണം? മർക്കോസ് സുവിശേഷം 1-ാം അധ്യായം 35-38 വാക്യങ്ങൾ. അതികാലത്ത് ഇരുട്ടോടെ അവൻ എഴുന്നേറ്റ് പുറപ്പെട്ട് ഒരു നിർജ്ജന സ്ഥലത്ത് ചെന്ന് പ്രാർത്ഥിച്ചു. ശീമോനും കൂടെയുള്ളവരും അവന്റെ പിന്നാലെ ചെന്നു. അവനെ കണ്ടപ്പോൾ എല്ലാവരും നിന്നെ അന്വേഷിക്കുന്നു എന്ന് പറഞ്ഞു. അവൻ അവരോട്, ഞാൻ അടുത്ത ഊരുകളിലും പ്രസംഗിക്കേണ്ടതിന് നാം അവിടേക്ക് പോകുക, ഇതിനായിട്ടല്ലോ ഞാൻ പുറപ്പെട്ടു വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞു. യേശു രാവിലെ എഴുന്നേറ്റ് പിതാവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നമുക്ക് പലപ്പോഴും പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മുടെ ഇഷ്ടങ്ങളെ ദൈവത്തെ കൊണ്ട് നിറവേറ്റിക്കുന്നതാണ് പ്രാർത്ഥന. എന്നാൽ ശരിയായ പ്രാർത്ഥന എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഇഷ്ടത്തിലേക്ക് നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കുന്നതാണ് ശരിയായ പ്രാർത്ഥന. സ്വതവേ നാം എല്ലാം സ്വാർത്ഥരാണ്. അപ്പം നമുക്ക് നമ്മുടെ ഇഷ്ടങ്ങൾ നിറവേറ്റാൻ ആഗ്രഹം. അതുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ എൻ്റെ ഹിതമല്ല അങ്ങയുടെ ഹിതം നിറവേറണമേ. അപ്പം ദൈവത്തിൻ്റെ ഹിതത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കലാണ് ശരിയായ പ്രാർത്ഥന. അപ്പോൾ ഇവിടെ യേശു അതിരാവിലെ പിതാവിൻ്റെ സന്നിധിയിൽ പോയി എന്ന് പ്രാർത്ഥിക്കുകയാണ്. പിതാവ് യേശുവിനോട് പറയുന്നത് മാത്രമേ യേശു ചെയ്യുകയുള്ളൂ. യേശുവിനോട് പിതാവ് എന്ത് സംസാരിക്കണമെന്നും എങ്ങനെ സംസാരിക്കണമെന്നും പറഞ്ഞിരിക്കുന്നു, കൽപ്പന കൊടുത്തിരിക്കുന്നു. അതുപോലെയാണ് യേശു ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ആ സമയത്ത് ശിഷ്യന്മാർക്ക് പ്രാർത്ഥിക്കാനൊന്നും സമയമില്ല. അവരെപ്പോഴും ജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ആളുകളാണ്. അവർക്ക് എപ്പോഴും ജനങ്ങളെ കാണുമ്പോഴാണ് സന്തോഷം. ഒരു കുറേ പേരെ കണ്ടാൽ കൂടുതൽ സന്തോഷം. അപ്പോൾ നോക്കിയപ്പോൾ ഒരു ജനക്കൂട്ടം യേശുവിനെ തേടി വന്നിരിക്കുക. പത്രോസ് അവിടെ ശിഷ്യന്മാർ അവനെ കണ്ടപ്പോൾ, ഞാനത് കുറച്ച് ഈ ബൈബിള് വായിക്കുമ്പോൾ എപ്പോഴും നമ്മൾ കൊളോക്കിയൽ ലാംഗ്വേജിൽ വായിക്കണം. ഇത് ശരിക്കും പറഞ്ഞാൽ അരാമിക്കലൊന്നും അല്ലല്ലോ. അവരൊക്കെ ആദ്യമായി സംസാരിച്ച ഭാഷ അരാമിക്കോ ഗ്രീക്കോ ഒക്കെയാണ്. ഇതൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്ത് നമ്മുടെ ഭാഷയിലേക്ക് വരികയാണ്. അപ്പം നല്ല ലിറ്ററൽ ലാംഗ്വേജ് ആണ്. ശരിക്കും എന്തായിരിക്കും പറയുന്നത്? എല്ലാവരും നിന്നെ അന്വേഷിക്കുന്നു. രാവിലെ ഇവിടെ വരുന്നത് പ്രാർത്ഥിച്ചോ, എവിടെ വലിയൊരു ആൾക്കൂട്ടമുണ്ട്, മിനിസ്ട്രിക്ക് പറ്റിയ ഒരു വലിയ ജനസമൂഹമുണ്ട്. നമ്മൾ ഇത്രയും ഒരു ജനക്കൂട്ടത്തിന് മുമ്പിൽ പ്രസംഗിച്ചിട്ട് ആകെ 2-3 പേരുടെ മുമ്പിലല്ലേ നമ്മൾ പ്രസംഗിച്ചിട്ടുള്ളൂ. ഒരു വലിയ ജനക്കൂട്ടം വന്നിരിക്കുന്നു. അപ്പോൾ പത്രോസും കൂട്ടരൊക്കെ വലിയ എക്സൈറ്റഡ് ആയി ഈ ജനങ്ങളെ കണ്ടപ്പോൾ. യേശു എന്താ പറഞ്ഞത്? യേശു ഈ ജനക്കൂട്ടത്തെ കണ്ടിട്ട് എക്സൈറ്റഡ് ആയില്ല. യേശു പറയുകയാണ്,
38 വാക്യത്തിൽ അടുത്ത ഗ്രാമത്തിലേക്ക് നമുക്ക് പോകാം, അതിനായിട്ടല്ലോ ഞാൻ വന്നിരിക്കുന്നത്. ഇവിടെ ആളുകളെ കണ്ടിട്ടല്ല തീരുമാനിക്കുന്നത് എങ്ങോട്ട് പോകണമെന്ന്. ദൈവത്തിൻ്റെ ആത്മാവ് യേശുവിനെ എങ്ങോട്ട് നയിക്കുന്നുവോ അങ്ങോട്ട് പോകും. ഞാൻ വേദനയോട് പറയട്ടെ, പലപ്പോഴും ഇന്ന് പല ദൈവദാസന്മാരും എവിടെ മിനിസ്റ്റർ ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് മക്കൾക്ക് എവിടെ അഡ്മിഷൻ കിട്ടുമെന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. എന്ത് വേലയാണ് ചെയ്യുന്നത്? ദൈവത്തിൻ്റെ വേല. ആരാ തീരുമാനിക്കുന്നത് എങ്ങോട്ട് പോകണമെന്ന്? ഞാൻ ചോദിക്കട്ടെ, ഒരു ബാങ്കിലെ ജോലിക്കാരനാണ്, ഒരു മാനേജറാണ്. ഏത് ബ്രാഞ്ചിൽ നിങ്ങൾ ജോലി ചെയ്യണമെന്ന് നിങ്ങൾ തീരുമാനിച്ച് എങ്ങനെ ഉണ്ടാവും? ട്രിവാൻഡ്രത്ത് വട്ടപ്പാറയിലുള്ള ഒരു ബ്രാഞ്ചിൽ മാനേജറായിട്ട് എന്നെ കമ്പനി അയച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് അതിന് പോകാൻ സൗകര്യമില്ല, ഞാൻ എറണാകുളത്ത് എടപ്പള്ളിയിലുള്ള ബ്രാഞ്ചിലേ പോകൂ എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാകും? പക്ഷെ ദൈവത്തിൻ്റെ വേലയിൽ നമുക്കതൊന്നും പ്രശ്നമല്ല. എങ്ങോട്ട് വേണമെങ്കിലും പോകാം. കൊച്ചിയിൽ എവിടെ അഡ്മിഷൻ കിട്ടുമോ അങ്ങോട്ട് പോകാം, അല്ലെങ്കിൽ ഏത് സഭയിലാണോ കൂടുതൽ ആളുകളുള്ളത് അങ്ങോട്ട് പോകാം. എന്നിട്ട് നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? ദൈവത്തിൻ്റെ വേല അല്ല, അതിൻ്റെ പേരാണ് എൻ്റെ വേല. നമ്മുടെ വേലയാണ് നമ്മൾ ചെയ്യുന്നത്. അതിൻ്റെ അപകടം ഒന്ന് ചിന്തിച്ചിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. മത്തായി സുവിശേഷം 7-ാം അധ്യായം 22-ാമത്തെ വാക്യം. കർത്താവ് രണ്ടാമത് വരുന്ന സമയത്ത് കുറെ ദൈവവേലക്കാർ വന്നിട്ട് പറയും, കർത്താവേ കർത്താവേ, നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചന ശുശ്രൂഷ നടത്തി, നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ ഞങ്ങൾ പുറത്താക്കി, നിന്റെ നാമത്തിൽ ഞങ്ങൾ അത്ഭുത പ്രവൃത്തികൾ ചെയ്തു. നമ്മൾ ഒരാളെ ശുശ്രൂഷയിൽ വിജയിച്ചവനെന്ന് വിളിക്കാൻ ഉപയോഗിക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും ഉണ്ട് ഇവിടെ. ഒരാൾ പ്രവചിക്കുകയും ഒരാൾ ഭൂതങ്ങളെ പുറത്താക്കുകയും ഒരാൾ അത്ഭുത പ്രവൃത്തികൾ ചെയ്ത് അയാളെ വിളിക്കുന്ന പേരെന്താണ്? ഓ, നല്ല ശുശ്രൂഷക്കാരനാണ്, ആ ശുശ്രൂഷ ഒന്ന് കാണേണ്ടതാണ്. അപ്പം ഇവർ പറയുകയാണ് ഇങ്ങനെയൊക്കെ ഞങ്ങൾ ചെയ്തു. അന്ന് എന്നോട് പലരും ഇങ്ങനെ പറയും. അന്ന് ഞാൻ അവരോട്, ഞാൻ നിങ്ങളെ ഒരു നാളും അറിഞ്ഞിട്ടില്ല. യേശു പറഞ്ഞില്ല നിങ്ങൾ പ്രവചിച്ചില്ലെന്ന് പറഞ്ഞില്ല, നിങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കിയെന്ന് പറഞ്ഞില്ല, നിങ്ങൾ വീര്യപ്രവൃത്തികൾ ചെയ്തില്ല എന്ന് യേശു പറഞ്ഞില്ല. പക്ഷെ യേശു പറഞ്ഞത് നമ്മൾ തമ്മിൽ അങ്ങനെ ഒരു ബന്ധമില്ലായിരുന്നു. നിങ്ങൾ ചെയ്യുന്ന കാര്യം നിങ്ങൾ തീരുമാനിച്ചു, നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്തു, പക്ഷെ ഞാനുമായിട്ട് ബന്ധമൊന്നുമില്ല. എനിക്കിപ്പോഴും പൂർണ്ണമായി മനസ്സിലാക്കാൻ പറ്റാത്തൊരു കാര്യം, പിന്നെ എങ്ങനെ ഇതൊക്കെ സംഭവിച്ചത്? പക്ഷെ വേദപുസ്തകം വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്, യേശു ഇല്ലാതെയും ഇതൊക്കെ സംഭവിക്കും. യേശു ഇല്ലാതെയും ഇതൊക്കെ സംഭവിക്കും. യേശുവുമായി ഒരു ബന്ധമില്ലാതെ നമ്മൾ ജീവിക്കുമ്പോൾ ഒരുപക്ഷെ നമ്മൾ സുവിശേഷം പറഞ്ഞാൽ ആളുകൾ ചിലപ്പോൾ മാനസാന്തരപ്പെടാം, രോഗികൾ സൗഖ്യമാകാം, ഭൂതങ്ങൾ പുറത്താകാം, ഇതൊക്കെ സംഭവിക്കാം. പക്ഷെ അത് ഞാൻ കർത്താവുമായിട്ടുള്ള ശരിയായ ബന്ധത്തിലാണ് എന്നതിൻ്റെ തെളിവല്ല. ഇവിടെ ആ കൂട്ടം, അങ്ങനെയുള്ള ഒരു ജനക്കൂട്ടം അല്ലെങ്കിൽ അങ്ങനെയുള്ള ശുശ്രൂഷകന്മാർ വന്ന് യേശുവിനോട് പറയുകയാണ് ഇങ്ങനെയൊക്കെ ഞങ്ങൾ ചെയ്തു. അപ്പോൾ യേശു പറയുന്നു, ഞാൻ നിങ്ങളെ ഒരു നാളും അറിഞ്ഞിട്ടില്ല. നമ്മുടെ ശുശ്രൂഷയിൽ എങ്ങോട്ട് പോകണമെന്ന് നാം അല്ല തീരുമാനിക്കുന്നത്. യേശുവിനെ സംബന്ധിച്ച ഓരോ മൂവ്മെൻറ്റും ഓരോ സ്ഥലത്തേക്കുള്ള പോക്കും വെറുതെ പോയതല്ല. പിതാവ് തന്നോട് കൽപ്പിച്ചതുപോലെ മാത്രമേ പോയിട്ടുള്ളൂ. പലപ്പോഴും ദൈവവേലക്കാരുടെ ജീവിതത്തിൽ പറ്റുന്ന ഒരു വലിയ പ്രശ്നം, ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് അവരിറങ്ങിത്തിരിക്കും. ഒരുപക്ഷെ ഹിമാചൽ പ്രദേശിലേക്കോ ഒറീസയിലേക്കോ മധ്യപ്രദേശിലേക്കോ അല്ലെങ്കിൽ ഭൂട്ടാനിലേക്കോ ഒക്കെ ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് അവർ ദൈവവേലയ്ക്ക് ഇറങ്ങിത്തിരിക്കും. അങ്ങനെ ഇറങ്ങിത്തിരിച്ച് അവർ ആ സ്ഥലത്ത് പോകും. പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ എന്ത് ചെയ്യണമെന്ന് അവർ തീരുമാനിക്കും. അതായത് മെയിൻ ടൈറ്റില് കമ്പനി എഴുതി കൊടുത്തു, സബ് ടൈറ്റില് അവനവൻ എഴുതാൻ തുടങ്ങി. അവിടെയാണ് പലരും തെറ്റിപ്പോകുന്നത്. എൻ്റെ മെയിൻ ടൈറ്റിൽ എഴുതിയത് ദൈവമാണെങ്കിൽ സബ് ടൈറ്റിൽ എഴുതാൻ എനിക്ക് ദൈവം അനുവാദം തന്നിട്ടില്ല. അതും ദൈവം തന്നെയാണ് എഴുതേണ്ടത്. ഞാൻ ദൈവം അയച്ച സ്ഥലത്ത് പോയിട്ട് അവിടെ ഞാൻ എന്ത് ചെയ്യണമെന്നും എങ്ങനെ ചെയ്യണമെന്നും തീരുമാനിക്കുന്നത് ഞാനല്ല, ദൈവം തന്നെയാണ്. അതാണ് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ എന്നുമുണ്ട്. സകല സത്യത്തിലും വഴി നടത്തുകയാണ്. കുറച്ച് നാളത്തേക്ക് മാത്രമല്ല, അല്ലെങ്കിൽ ഒരു സ്ഥലത്തേക്ക് നമ്മൾ യാത്ര പുറപ്പെടുമ്പോൾ മാത്രമല്ല, ആ സ്ഥലത്ത് നമ്മൾ പോയതിന് ശേഷം അവിടെ എന്ത് ചെയ്യണമെന്നുള്ള ഓരോ ഡീറ്റെയിൽസും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തന്നുകൊണ്ടിരിക്കും.
അപ്പോൾ യേശുവിനെ സംബന്ധിച്ച് എങ്ങോട്ട് പോകണമെന്ന് തീരുമാനിച്ചത് യേശുവല്ല, പിതാവായ ദൈവമാണ്. അപ്പോസ്തല പ്രവൃത്തി 16-ാം അധ്യായം 6-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. അവർ ആസ്യയിൽ വചനം പ്രസംഗിക്കരുതെന്ന് പരിശുദ്ധാത്മാവ് വിലക്കുകയാൽ ഫ്രുഗ്യയിലും ഗലാത്യ ദേശത്തിലും കൂടി സഞ്ചരിച്ചു. മുസ്യയിലെത്തി ബിഥുന്യയ്ക്ക് പോകുവാൻ ശ്രമിച്ചു. യേശുവിന്റെ ആത്മാവോ അവരെ സമ്മതിച്ചില്ല. ഇവിടെ ഏത് സ്ഥലത്ത് പോകണമെന്ന് ആരാ തീരുമാനിച്ചത്? പൗലോസാണോ? അല്ല. പരിശുദ്ധാത്മാവ് വിലക്കിയപ്പോൾ അവരെന്ത് ചെയ്തു? പോയില്ല. ആസ്യയിൽ വചനം പ്രസംഗിക്കരുതെന്ന് പരിശുദ്ധാത്മാവ് വിലക്കിയപ്പോൾ അവർ പോയില്ല. സാധാരണ നമ്മുടെയൊക്കെ ഇടയിലുള്ള ചില കാര്യങ്ങളൊക്കെ തുറന്നു പറയേണ്ട സമയമൊക്കെ അതിക്രമിച്ചു പോയി. ഗൾഫിലും അമേരിക്കയിലും പോകാൻ ദൈവത്തിന് നമ്മൾ അയക്കാൻ ഒരു മടിയില്ല. ഉഗാണ്ടയിലേക്കോ അങ്ങനെയുള്ള സ്ഥലത്തേക്ക് പോകാൻ ദൈവത്തിന് കുറച്ച് ബുദ്ധിമുട്ട്. ആ ജനങ്ങളോട് ദൈവത്തിന് കുറച്ച് ദേഷ്യമാണ്. അമേരിക്കയിൽ പോകുന്നതോ ഗൾഫിൽ പോകുന്നതൊന്നും തെറ്റല്ല. പ്രശ്നം ആരയച്ചിട്ടാണ് പോകുന്നത്? എന്താ നമ്മളെ ആകർഷിക്കുന്ന വസ്തുത? ഇവിടെ പൗലോസിന്റെ സ്ഥലങ്ങൾ തീരുമാനിച്ചത് പൗലോസല്ല, പരിശുദ്ധാത്മാവാണ്. അതും അവിടെ നമ്മൾ വായിക്കുന്നത് എന്തുകൊണ്ട് ആസ്യയിൽ ദൈവവചനം പ്രസംഗിക്കരുത് എന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വിശദമായി ഒന്നും പറഞ്ഞു കൊടുത്തില്ല. ഇത്ര പറഞ്ഞുള്ളൂ, പോകരുത്. നമ്മൾ പിന്നെ വായിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ദൈവം അത് പോകരുത് പറഞ്ഞത്. പല കാര്യങ്ങൾക്കാണ്. അതിലൊരു കാര്യം, അടുത്ത ദിവസം പൗലോസ് ഒരു ദർശനം കാണുകയാണ്. എന്താണ്? മക്കതോന്യയിൽ നിന്നൊരാൾ തന്നെ വിളിക്കുന്നു. ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമായിട്ട് പൗലോസ് മക്കതോന്യയിൽ പോയി ദൈവവേല ചെയ്യണമെന്നുള്ളതായിരുന്നു ദൈവത്തിൻ്റെ പദ്ധതി. അതുകൊണ്ട് ഇവർ ആസ്യയിലേക്ക് പോകാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് വിലക്കി. നമ്മളെ സംബന്ധിച്ച് ദൈവഹിതം അറിയുക എന്നുള്ളത് വലിയ സംഭവമാണ്. അത്ര വലിയ സംഭവമൊന്നും അല്ല ദൈവഹിതം അറിയുന്നത്, വളരെ സിമ്പിളാണ്. പിന്നെ എന്താ പ്രശ്നം? കുറേയൊക്കെ നമുക്ക് ദൈവഹിതം അറിയാം, പക്ഷെ നമുക്ക് നമ്മുടെ ഉള്ളിൽ ഹിതമുണ്ട്. അത് തമ്മിലുള്ള കോംപ്ലിക്കേഷനാണ് ഈ പ്രശ്നം മുഴുവൻ ഉണ്ടാക്കുന്നത്. അല്ലാതെ ദൈവത്തിൻ്റെ ഹിതം മനസ്സിലാകാഞ്ഞിട്ടൊന്നുമല്ല. എനിക്ക് അമേരിക്കയിലേക്ക് ഒരു ക്ഷണം വന്നു, അപ്പോൾ പോകാൻ താല്പര്യമുണ്ട്. പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ നീ ഇപ്പോൾ പോകാൻ സമയമായിട്ടില്ല എന്നുള്ള ശബ്ദം മുഴങ്ങുന്നുണ്ട്. പക്ഷെ എനിക്ക് പോയേ പറ്റൂ. അപ്പോൾ എൻ്റെ മനസാക്ഷി കുത്തിനെ ഒന്ന് കെടുത്താൻ വേണ്ടി ഞാനൊരു പ്രവാചകൻ്റെ അടുത്ത് പോയി. അപ്പോൾ പ്രവാചകൻ ഒരു ഭക്തിയുള്ള പ്രവാചകനാണ്, ദൈവശബ്ദം കേൾക്കുന്ന പ്രവാചകനാണ്. അദ്ദേഹം പറഞ്ഞു, മകനെ നീ ഇപ്പോൾ പോകരുത്. നിങ്ങൾ ഈ അമേരിക്ക എന്ന് പറഞ്ഞാൽ അമേരിക്കയിൽ ഒരു പാവവും ഇല്ല, ദൈവം അയച്ചാൽ പോകണം. പക്ഷേ നമ്മുടെ പ്രശ്നം നമുക്കറിയാം. നമ്മുടെ ഇടയിലുള്ള ഈ പോക്ക് എന്തിനു വേണ്ടിയാണെന്നുള്ളതൊക്കെ നമുക്കറിയാം. അതാണ് നമ്മളിവിടെ പറഞ്ഞു വരുന്നത്. നാളെ ദൈവം എന്നെ അമേരിക്കയിൽ അയച്ചിട്ട് പോയാൽ നിങ്ങൾ അയ്യോ ആ പുള്ളി ഇങ്ങനെയൊക്കെ പഠിപ്പിച്ചിട്ട് അമേരിക്കയിൽ പോകുന്നു നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട. തീർച്ചയായിട്ടും ഞാൻ പോകും ദൈവം അയച്ചാൽ. അപ്പോൾ ഒരു പ്രവാചകൻ്റെ അടുത്ത് പോയി. ആ പ്രവാചകൻ പറഞ്ഞു പോകണ്ട. അപ്പോൾ നമ്മളെന്ത് ചെയ്യും? ദൈവാത്മാവ് പറഞ്ഞല്ലോ എന്ന് പറഞ്ഞ് വീട്ടിലിരിക്കും? ഇല്ല, നമ്മൾ അടുത്ത പ്രവാചകൻ്റെ അടുത്ത് പോകും. എന്നിട്ട് നമ്മൾ പറയും ആ പഴയ പ്രവാചകൻ ഇപ്പോൾ പഴയ പോലെ ദർശനമൊന്നുമില്ല, അദ്ദേഹം എവിടെയൊക്കെ തെറ്റിപ്പോയി. എന്നിട്ട് അടുത്ത പ്രവാചകൻ്റെ അടുത്ത് പോയി അയാളും അതുപോലെ പറഞ്ഞിരിക്കുക. നമ്മൾ അടുത്ത പ്രവാചകൻ്റെ അടുത്ത് പോകും. ഏത് പ്രവാചകനാണോ മകനെ നീ പൊയ്ക്കൊള്ളുക എന്ന് പറയുന്നത് അവിടെ വരെ നമ്മൾ പോകും. അതായത് ദൈവം പറഞ്ഞ ഒരു കാര്യം നമുക്ക് മനസ്സിലാകാത്തതുകൊണ്ടല്ല, നമ്മുടെ ഉള്ളിൽ നമ്മുടെ ഹിതമുണ്ട്, അത് നമുക്ക് നിവർത്തിക്കണം. അപ്പം ഇത് തമ്മിലുള്ള ഒരു സംഘട്ടനം ഉണ്ടാകുന്നതാണ് ഈ ദൈവഹിതം മനസ്സിലാക്കാനുള്ള ഇത്ര വലിയ ബുദ്ധിമുട്ട്. അത്ര വലിയ ബുദ്ധിമുട്ടൊന്നും ഉള്ള കാര്യമൊന്നുമല്ല ദൈവഹിതം മനസ്സിലാക്കുക. ഇവിടെ പൗലോസിനോട് ദൈവം പറഞ്ഞു എങ്ങോട്ട് പോകണം. റോമാലേഖനം 1-ാം അധ്യായം 9-10 വാക്യങ്ങൾ. ദൈവേഷ്ടത്താൽ എപ്പോഴെങ്കിലും നിങ്ങളുടെ അടുക്കൽ വരുവാൻ സാധിക്കേണ്ടതിന് എൻ്റെ പ്രാർത്ഥനയിൽ എപ്പോഴും യാചിക്കുന്നു. റോമിൽ പോകാൻ പൗലോസിന് ആഗ്രഹം, അങ്ങോട്ട് പോയാൽ മതി, ഒരു കപ്പൽ ടിക്കറ്റ് എടുത്ത് റോമിൽ പോയത്. പക്ഷെ പുള്ളി അങ്ങനെ പോകുന്ന ആളല്ല. പുള്ളി പ്രാർത്ഥിക്കുകയാണ്, പിതാവേ ഞാൻ പോകാൻ സമയമായോ? ദൈവേഷ്ടത്താൽ എപ്പോഴെങ്കിലും നിങ്ങളുടെ അടുക്കൽ വരേണ്ടതിന് ഞാൻ പ്രാർത്ഥന എപ്പോഴും യാചിക്കുന്നു. ദൈവേഷ്ടത്താൽ, ദൈവത്തിന് ഹിതമെങ്കിൽ. അപ്പോൾ യേശുവിനെ സംബന്ധിച്ച് മിനിസ്ട്രി എന്ന് പറയുന്നത് എങ്ങോട്ട് പോകണം എന്ന് തീരുമാനിക്കുന്നത് തോന്നലുകളല്ല, ദൈവത്തിൻ്റെ ആത്മാവാണ്. ഒരു പക്ഷേ നിങ്ങൾക്കൊരു സ്ഥലത്തെക്കുറിച്ച് അറിയാം, അവിടെ വളരെയധികം നീഡുണ്ട് എന്ന കാരണത്താൽ നിങ്ങൾക്ക് പോകാൻ ദൈവം അനുവാദം തന്നിട്ടില്ല. എങ്ങോട്ട് പോകണമെന്ന് തീരുമാനിക്കേണ്ടത് നീഡല്ല, നീഡ് ഓറിയൻറ്റഡ് മിനിസ്ട്രി അല്ല നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ചെയ്യുന്നത് ക്രൈസ്റ്റ് ഓറിയൻറ്റഡ് മിനിസ്ട്രിയാണ്. കർത്താവ് നമ്മോട് പറയണം, അനുസരണമാണ് ശുശ്രൂഷ.
ഇനി എപ്പോൾ പോകണം? നമ്മുടെ ജീവിതത്തിൽ ഒരു തക്ക സമയമെന്ന് പറയുന്നൊരു സമയമുണ്ട്. ദൈവത്തിൻ്റെ സമയം. എല്ലാറ്റിനും ഒരു തക്ക സമയമുണ്ട്. ദൈവം നമ്മുടെ ജീവിതത്തിൽ വെച്ചിരിക്കുന്ന ഓരോരോ സമയം, ഓരോരോ കാര്യങ്ങൾ സംഭവിക്കേണ്ട സമയം, തക്ക സമയം. ഗലാത്യ ലേഖനം 4-ാം അധ്യായം 4-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തൻ്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി ന്യായപ്രമാണത്തിന് കീഴിൽ ജനിച്ചവനായി അയച്ചു. എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ, അറ്റ് ദ റൈറ്റ് ടൈം, ശരിയായ സമയം വന്നപ്പോൾ, അതായത് ദൈവത്തിൻ്റെ സമയം വന്നപ്പോൾ, ഓരോ കാര്യങ്ങൾ ചെയ്യാൻ ദൈവത്തിന് സമയമുണ്ട്. അതതിൻ്റെ സമയത്താണ് സംഭവിക്കേണ്ടത്. ദൈവത്തിൻ്റെ സമയത്ത് ശുശ്രൂഷയിൽ എപ്പോഴും പറ്റുന്ന അപകടം, റൈറ്റ് മെസ്സേജ് അറ്റ് ദ റോങ് ടൈം, ശരിയായ സന്ദേശം തെറ്റായ സമയത്ത്, ശരിയായ പ്രവൃത്തി തെറ്റായ സമയത്ത്. എല്ലാറ്റിനും ഒരു സമയമുണ്ട്. ഒന്നാം നമ്മൾ കണ്ടു എന്ത് സംസാരിക്കണം, രണ്ടാമത് കണ്ടു എങ്ങോട്ട് പോകണം. ഇപ്പോൾ നമ്മൾ നോക്കുന്നത് എപ്പോൾ പോകണം. ഞാൻ ഒരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ടു. എന്നാൽ എൻ്റെ 18-ാമത്തെ വയസ്സിലാണ് ഞാൻ രക്ഷിക്കപ്പെടുന്നത്. 18-ാമത്തെ വയസ്സിൽ ഞാൻ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് വല്ലാത്തൊരു ഭാരം വടക്കേ ഇന്ത്യയെക്കുറിച്ച്. എൻ്റെ ഉള്ളിലുള്ള പ്രശ്നം, കർത്താവ് വേഗം വരും, ഇപ്പം തന്നെ ഞാൻ വടക്കേ ഇന്ത്യയിൽ പോയില്ലെങ്കിൽ വടക്കേ ഇന്ത്യയിലുള്ള ജനങ്ങളെക്കുറിച്ചുള്ള കണക്ക് മുഴുവൻ ദൈവം എന്നോട് ചോദിക്കും. അപ്പോൾ ഞാൻ ഈ സാധു സുന്ദർ സിംഗിൻ്റെ ബയോഗ്രഫിയൊക്കെ വായിച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ മനസ്സിലുള്ള ചിന്തകൾ മുഴുവൻ, ഞാൻ വടക്കേ ഇന്ത്യയിൽ പോകുന്നു, സാധു സുന്ദർ സിംഗിനെ പോലെ ഞാനൊരു സന്യാസിയായിട്ട് കുറച്ച് ഗോതമ്പുണ്ടയൊക്കെ ഉണ്ടാക്കിയിട്ട് ഒരു കുപ്പി വെള്ളമൊക്കെ എടുത്തിട്ട് രാവിലെ ഇങ്ങനെ ഇറങ്ങുന്നു, ഗ്രാമങ്ങളിലൂടെ യേശുവിനെ കുറിച്ച് പറഞ്ഞു പോകുന്നു. അപ്പോൾ ആളുകളൊക്കെ മാനസാന്തരപ്പെടുന്നു. ഇതൊക്കെ എൻ്റെ സ്വപ്നങ്ങളായി. പലരും എന്നോട് പറഞ്ഞു, ഇപ്പോൾ തിരക്ക് പിടിക്കരുത്, ആര് പറഞ്ഞാലും കേൾക്കാതെ വേഗം വടക്കേ ഇന്ത്യക്ക് പോയി. വടക്കേ ഇന്ത്യയിൽ പോയപ്പോഴാണ് മനസ്സിലായത്, ഗോതമ്പുണ്ടയില്ല, തുണിസഞ്ചിയുമില്ല. അവരോട് 2 വാക്ക് പറയണമെങ്കിൽ നന്നായിട്ട് ഹിന്ദിയും പഠിക്കണം. ദൈവം ഒരു 2 വർഷം കഴിഞ്ഞപ്പോൾ കർത്താവിനോട് പറഞ്ഞു, വീട്ടിൽ പോടാന്ന് പറഞ്ഞു. എല്ലാറ്റിനും ഒരു സമയമുണ്ട്. എല്ലാറ്റിനും ഒരു സമയമുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ശുശ്രൂഷ ദൈവത്തിൻ്റെ ശുശ്രൂഷയാണെങ്കിൽ, ദൈവം നിങ്ങളെ ഏൽപ്പിച്ച ശുശ്രൂഷയാണെങ്കിൽ എല്ലാറ്റിനും ഒരു സമയമുണ്ട്. ദൈവത്തിൻ്റെ സമയത്തെ പോകാവൂ. യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. പ്രസിദ്ധനാകുവാൻ ആഗ്രഹിക്കുന്നവൻ ആരും രഹസ്യത്തിൽ ഒന്നും ചെയ്യുന്നില്ലല്ലോ. നീ ഇത് ചെയ്യുന്നുവെങ്കിൽ ലോകത്തിന് നിന്നെ തന്നെ വെളിപ്പെടുത്തുക എന്ന് പറഞ്ഞു. അവന്റെ സഹോദരന്മാരും അവനിൽ വിശ്വസിച്ചില്ല. യേശു അവരോട്, എന്റെ സമയം ഇതുവരെ വന്നിട്ടില്ല, നിങ്ങൾക്കോ എല്ലായ്പ്പോഴും സമയം തന്നെ. യേശുവിനോട് തൻ്റെ സഹോദരന്മാർ പറയുകയാണ്, നീ ഒരുപാട് പരിപാടികൾ, അത്ഭുതങ്ങളൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, അങ്ങനെയാണെങ്കിൽ നീ ഒരു കാര്യം, യെരുശലേമിൽ പോയി. ഇവിടെ എന്നൊരു ഗ്രാമമാണ്, ഇവിടെ ആളുകളില്ല, കാണാൻ ഓഡിയൻസ് കുറവാണ്. അതുകൊണ്ട് യെരുശലേമിൽ ചെന്നാൽ അവിടെ പെരുന്നാൾ നടക്കുകയാണ്, ഒരുപാട് ആളുകളുണ്ട്, നീ അവിടെ പോയി കാര്യങ്ങളൊക്കെ ചെയ്യും. യേശു പറഞ്ഞൊരു വാക്കുണ്ട്, എൻ്റെ സമയം വന്നിട്ടില്ല. എന്നിട്ട് താഴെ ഒരു വാക്കും കൂടി പറയുന്നു, നിങ്ങൾക്കോ എല്ലായ്പ്പോഴും സമയം തന്നെ. എന്ത് വേണമെങ്കിലും ചെയ്യാം, എങ്ങോട്ട് വേണമെങ്കിലും പോകാം, എപ്പോഴും സമയം, നിങ്ങൾക്ക് എല്ലാം തുറന്നിരിക്കുന്ന സമയമാണ്. പക്ഷെ എനിക്കങ്ങനെയല്ല. ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ ഇഷ്ടം ചെയ്യുവാനല്ല, എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുവാനാണ് വന്നിരിക്കുന്നത്. ഞാൻ വന്ന ആളല്ല, ഞാൻ അയക്കപ്പെട്ട ആളാണ്. ഞാൻ എൻ്റെ ഇഷ്ടത്തിൽ ഇറങ്ങി വന്നത്, എൻ്റെ പിതാവ് എന്നെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. പിതാവ് എന്നെ അയച്ചതാണ്. എനിക്ക് കണക്ക് പറയേണ്ട ഒരാളുണ്ട്. എനിക്ക് പോകേണ്ട സമയമായിട്ടില്ല. നിങ്ങൾക്കാണ് എപ്പോഴും സമയമാണ്, ഇഷ്ടമുള്ളത് ചെയ്യാം, എന്ത് തോന്നിയാലും അത് ചെയ്യാം. ഞാൻ പറഞ്ഞില്ല, ഈ അഴിച്ചു വിട്ടവരെ പോലെയാണ് പലപ്പോഴും പല ശുശ്രൂഷകർ. ഈ അഴിച്ചു വിട്ടുക എന്ന് പറയും, അഴിച്ചു വിട്ട കാള എന്നൊക്കെ പറയും. അഴിച്ചു വിട്ട കാളയ്ക്ക് ഞങ്ങളൊക്കെ പണ്ട് തമാശയായിട്ട് പറയും, ചെല്ലുന്നോടം പിയോ. എവിടെയാണ് പോസ്റ്റ് ഓഫീസ് എന്ന് വെച്ചാൽ അങ്ങനെയൊന്നുമില്ല, ചെല്ലുന്നോടം പിയോ. അങ്ങനെയല്ല ക്രിസ്തീയ ജീവിതം, അങ്ങനെയല്ല ശുശ്രൂഷ. എങ്ങോട്ട് പോകണം എന്നും എപ്പോൾ പോകണമെന്നും ഞാനല്ല തീരുമാനിക്കുന്നത്. ഞാൻ ഓരോ സ്ഥലത്തേക്ക് പോകേണ്ട സമയങ്ങൾ ദൈവം ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുക.
ഏലിയാവിനോട് ആഹാബിൻ്റെ അടുക്കലുള്ള ശുശ്രൂഷ കഴിഞ്ഞപ്പോൾ ദൈവം പറഞ്ഞു കെരീത്ത് തോട്ടിൽ പോയി ഒളിച്ചിരിക്കാൻ. എന്നിട്ട് ദൈവം പറയുകയാണ്, കെരീത്ത് തോട്ടിൽ നിന്നെ പോഷിപ്പിക്കേണ്ടതിന് ഞാൻ കാക്കയോട് കൽപ്പിച്ചിരിക്കുന്നു. കാക്കയോട് കൽപ്പിക്കുമെന്നാണോ? അല്ല, കൽപ്പിക്കുമെന്ന് പറഞ്ഞാൽ ഫ്യൂച്ചർ ടെൻസ് ആണ്, ഭാവി കാലമാണ്. അവിടെ ദൈവം പറഞ്ഞത് ഞാൻ കാക്കയോട് കൽപ്പിച്ചിരിക്കുന്നു, പാസ്റ്റ് ടെൻസ് ആണ്, ഭൂതകാലമാണ്. അതായത് ഇപ്പോൾ ഏലിയാവ് കെരീത്തോട്ടിൽ എത്തിയിട്ടില്ല, പക്ഷെ കാക്കയോട് കൽപ്പിച്ചു. അതായത് അവനുള്ള പ്രൊവിഷൻ ഭൂതകാലത്തിൽ സംഭവിച്ചു കഴിഞ്ഞു. ഇനി രണ്ട് കാര്യങ്ങൾ, ഒരു കറക്റ്റ് ടൈമുണ്ട്. ആ സമയത്ത് ഏലിയാവ് അവിടെ ചെന്നില്ലെങ്കിൽ കാക്ക അവിടെ ചെല്ലും. അതല്ലേ യെശയ്യാവ് പറഞ്ഞത്, കാള തൻ്റെ ഉടയവനെയും കഴുത തൻ്റെ യജമാൻ്റെ പുൽത്തൊട്ടിയെ അറിയുന്നു, എൻ്റെ ജനമോ എന്നെ അറിയുന്നില്ല. അവിടെ തെറ്റാനുള്ള സാധ്യത മൃഗങ്ങൾക്കല്ല, മനുഷ്യൻ മാത്രമേ തെറ്റത്തുള്ളൂ. ദൈവം പലപ്പോഴും മനുഷ്യൻ്റെ അനുസരണക്കേട് പഠിപ്പിക്കാനായി ഉപയോഗിച്ചത് മൃഗങ്ങളെയാണ്. അവരൊക്കെ അതുപോലെ അനുസരിക്കും, പക്ഷെ മനുഷ്യൻ പലപ്പോഴും അനുസരിക്കാറില്ല. ഏലിയാവ് കൃത്യസമയത്ത് അവിടെ ചെന്നില്ലെങ്കിലും കാക്ക അവിടെ ചെല്ലും. കാക്ക ചെന്നിട്ട് ഈ ഏലിയാവിനെ തപ്പി നടക്കും. പക്ഷെ ഏലിയാവ് നമുക്കറിയാം ഭക്തനായ മനുഷ്യനാണ്. ദൈവത്തിൻ്റെ വാക്ക് കേട്ട് രാജാവിൻ്റെ സന്നിധിയിലുള്ള ശുശ്രൂഷ കഴിഞ്ഞിട്ട് പിന്നെ പോയി ഒളിച്ചിരിക്കാൻ പറഞ്ഞപ്പോൾ ഏലിയാവ് പോയി ഒളിച്ചിരുന്നു. ദൈവം പറഞ്ഞതുപോലെ ഏലിയാവ് ചെയ്തു. ദൈവം പറഞ്ഞതുപോലെ ചെയ്തപ്പോൾ അവിടെ പ്രൊവിഷൻ ഉണ്ടായിരുന്നു. അനുസരിക്കുന്നത് യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ മേധസ്സിനേക്കാളും നല്ലത്. ഇന്ന് നമ്മുടെയൊക്കെ ഇടയിലുള്ള വലിയൊരു വിപത്ത് എന്ന് പറയുന്നത് ഈ ആരാധന എന്ന് പറഞ്ഞ് വേണ്ടാത്ത എല്ലാ പേക്കൂത്തുകളും കാണിക്കും. പക്ഷെ പ്രശ്നം അനുസരിക്കാൻ താല്പര്യമില്ല. ദൈവവചനം കേട്ടിട്ട് അതുപോലെ അനുസരിക്കാൻ താല്പര്യമില്ല, പക്ഷെ ആരാധിക്കാൻ ഇഷ്ടമുണ്ട്. പക്ഷേ അവിടെ പറയുന്നത് അതല്ല വലുത്. അനുസരണമില്ലാത്ത ആരാധന ദൈവത്തിന് വേണ്ട. അനുസരിക്കുന്നത് യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ മേധസ്സിനേക്കാളും നല്ലത്. ഇനി ആരെ തിരഞ്ഞെടുക്കണം? മിനിസ്ട്രിക്ക് ആരെ തിരഞ്ഞെടുക്കണം? ലൂക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം 12-13 വാക്യങ്ങൾ. ആ കാലത്ത് അവൻ പ്രാർത്ഥിക്കേണ്ടതിന് ഒരു മലയിൽ ചെന്നു. ദൈവത്തോടുള്ള പ്രാർത്ഥനയിൽ രാത്രി കഴിച്ചു. നേരം വെളുത്തപ്പോൾ അവൻ ശിഷ്യന്മാരെ അടുക്ക വിളിച്ചു. അവരിൽ 12 പേരെ തിരഞ്ഞെടുത്തു. അവർക്ക് അപ്പോസ്തലന്മാരെന്ന് പേർ വിളിച്ചു. യേശു തൻ്റെ ശുശ്രൂഷയോട് ബന്ധത്തിലുള്ള അതിപ്രധാനമായ ഒരു കാര്യം ചെയ്യാൻ പോവുകയാണ്. 12 ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കാൻ പോവുക. അപ്പോൾ അന്ന് രാത്രി മുഴുവൻ യേശു പ്രാർത്ഥിക്കുക. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മുടെ ഇഷ്ടത്തിലേക്ക് ദൈവത്തെ വളച്ചു കൊണ്ടുവരലല്ല, ദൈവത്തിൻ്റെ ഇഷ്ടത്തിലേക്ക് നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കലാണ്. അപ്പോൾ തിരഞ്ഞെടുപ്പിൻ്റെ മുൻപിൽ യേശു പ്രാർത്ഥിക്കുക. ജീവിതത്തിൽ പല തിരഞ്ഞെടുപ്പിൻ്റെ മുൻപിൽ യേശു പ്രാർത്ഥിച്ചു. നമുക്കറിയാം ഗെത്സമന തോട്ടത്തിൽ യേശു പ്രാർത്ഥിച്ചു. അവിടെ ഒരു തിരഞ്ഞെടുപ്പുണ്ട്. ക്രൂശ് വേണോ, ക്രൂശ് ഒഴിയണമോ? എൻ്റെ ഹിതം വേണോ, പിതാവിൻ്റെ ഹിതം വേണോ? ഇവിടെ ഒരു തിരഞ്ഞെടുപ്പുണ്ട്. 12 ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കാൻ പോവുകയാണ്. ആരെ തിരഞ്ഞെടുക്കണം? ഇനി ഞാൻ ചോദിക്കട്ടെ, നമ്മളാണ് 12 പേരെ തിരഞ്ഞെടുത്തെങ്കിൽ യൂത ആരാണെന്ന് യേശുവിനറിയാം. യേശു പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവമാണ്. യേശു സർവജ്ഞാനിയാണ്. യേശുവിനറിയാം യൂത ആരാണെന്ന്. നമ്മൾ ആരെങ്കിലും അങ്ങനെ ഒരു തിരഞ്ഞെടുപ്പ് നടത്തൂ. നിങ്ങളെ കമ്പനിയിലേക്ക് ഒരു 12 പേരെ തിരഞ്ഞെടുക്കുക സ്റ്റാഫായിട്ട്. അപ്പോൾ അതിലൊരു ക്ലർക്കിനെയും വേണം, അല്ലെങ്കിൽ ഒരു കാഷ്യറിനെയും വേണം. ഇപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ വീടിൻ്റെ അടുത്തൊരു നല്ല മനുഷ്യനുണ്ട്, നന്നായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യും, പക്ഷെ ഒറ്റ കാര്യമുള്ളൂ, പുള്ളി മോഷ്ടിക്കും. ആ പ്രശ്നം മാത്രമേ ഉള്ളൂ, ബാക്കി ഒരു പ്രശ്നവും ഇല്ല. മോഷ്ടിക്കും, പണം മോഷ്ടിക്കും. ഞാൻ അയാളെ പിടിച്ച് കാഷ്യറാക്കും. യേശു പക്ഷെ അത് ചെയ്തു. കാരണം തൻ്റെ ഇഷ്ടമല്ല, പിതാവിൻ്റെ ഇഷ്ടമാണ് താൻ നിവർത്തിക്കുന്നത്. യേശു രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചിട്ട് രാവിലെ തിരഞ്ഞെടുപ്പ് നടത്തിയപ്പോൾ ആ തിരഞ്ഞെടുപ്പ് വിജയമായിരുന്നു, പരാജയമായിരുന്നു? നമ്മുടെ ഭാഷയിൽ തീർച്ചയായിട്ടും പരാജയമാണ്. കാരണം അങ്ങനെയുള്ള ഒരാളെ കൂടെ അല്ല തിരഞ്ഞെടുത്തത്. അതായത് തന്നെ ഒറ്റിക്കൊടുത്ത, തന്നെ ക്രൂശിക്കാൻ ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു ചതിയനായ മനുഷ്യനെ കൂടെയാണ് തിരഞ്ഞെടുപ്പിൽ വന്നത്. നമുക്ക് രാത്രിയൊന്നും പ്രാർത്ഥിക്കാൻ സമയമില്ലാത്തതുകൊണ്ട്
നമ്മുടെ തിരഞ്ഞെടുപ്പ് പെർഫെക്റ്റ് ആണ്. നമ്മൾ നല്ല പെർഫെക്റ്റായ ആളുകൾ തിരഞ്ഞെടുക്കും. അതുകൊണ്ട് കമ്പനി നന്നായിട്ട് പോകും. പക്ഷെ ഒരു പ്രശ്നമേ ഉള്ളൂ, ദൈവഹിതം മാത്രം നിറവേറത്തില്ല. കമ്പനിയൊക്കെ നന്നായിട്ട് പോകും, സഭ നന്നായിട്ട് പോകും. നമ്മൾ വന്ന് തിരഞ്ഞെടുപ്പ് തോന്നിയാസങ്ങളുടെ തിരഞ്ഞെടുപ്പായി, ജാതികളുടെ ഇടയിലുള്ള സെക്യുലർ തിരഞ്ഞെടുപ്പ് പോലെയായി നമ്മുടെ സഭയിലുള്ള തിരഞ്ഞെടുപ്പ്. ഏത് അഭിഷക്തന്മാരെ തിരഞ്ഞെടുക്കുകയാണ്. കള്ളോട്ട് ചെയ്തും ഇല്ല എന്നൊന്നും പറയരുത്, നന്നായിട്ട് നമുക്കൊക്കെ അറിയാം. കള്ളോട്ട് ചെയ്തും പാനൽ ഉണ്ടാക്കിയും ഒക്കെ നമ്മൾ തിരഞ്ഞെടുക്കുക. എന്തിനാ? അഭിഷക്തന്മാരെ തിരഞ്ഞെടുക്കുക. എന്നിട്ട് തിരഞ്ഞെടുപ്പ് കഴിയുമ്പോഴേക്കും അവരൊക്കെ അഭിഷക്തന്മാരായി. പിന്നെ അവർ കൈവച്ചാൽ സകലം സംഭവിക്കും. ഓക്കെ, രാത്രി മുഴുവൻ യേശു പ്രാർത്ഥിച്ചിട്ടാണ് തിരഞ്ഞെടുപ്പ് നടത്തിയത്. അപ്പൊ ആരെ തിരഞ്ഞെടുക്കണമെന്ന് തീരുമാനിച്ചത് യേശുവല്ല. പിന്നെന്തിനാ പ്രാർത്ഥിച്ചത്? യേശു പ്രാർത്ഥിച്ചത് അപ്പോസ്തല പ്രവൃത്തി നമ്മൾ വായിക്കുന്നത് പോലെ, യേശുവിൻ്റെ ശിഷ്യന്മാരുടെ ഗണത്തിൽ ഒരു വഞ്ചകൻ ഉണ്ടാകുമെന്നും അവൻ യേശുവിനെ ഒറ്റിക്കൊടുക്കുമെന്നും ദാവീദ് മുതൽ പലരും പ്രവചിച്ച കാര്യങ്ങൾ നിറവേറണം. ആ തിരഞ്ഞെടുപ്പ് തെറ്റിപ്പോയിട്ടില്ല. ആ തിരഞ്ഞെടുപ്പിൽ യൂദ ഉണ്ടായിരുന്നത് പിതാവിൻ്റെ ഹിതമാണ്. നമ്മൾ പലപ്പോഴും തിരഞ്ഞെടുപ്പ് നടത്തുമ്പോൾ അതിൻ്റെ വിജയവും പരാജയവും തീരുമാനിക്കുന്നത് നമുക്ക് ഭൂമിയിൽ എന്ത് നഷ്ടമുണ്ടായി, എന്ത് കഷ്ടമുണ്ടായി എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ദൈവം പറഞ്ഞിട്ട് ഞാനൊരു സ്ഥലത്തേക്ക് പോയി, അവിടെ ചെന്നപ്പോൾ അവിടെയുള്ള ആളുകൾ എന്നെ പിടിച്ചടിച്ചു. അപ്പോൾ നമ്മൾ സംശയിക്കണം, അയ്യോ ദൈവം പറഞ്ഞിട്ട് തന്നെയാണോ ഞാൻ വന്നത്? നമുക്ക് ഭൂമിയിൽ എന്ത് നഷ്ടമുണ്ടാകും കഷ്ടമുണ്ടാകും എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. മറിച്ച് സ്വർഗത്തിന് എന്ത് ലാഭമുണ്ടാകും എന്ന് നഷ്ടമുണ്ടാകും എന്നതിൻ്റെ അടിസ്ഥാനത്തിലല്ല. നമുക്കറിയാം, ഒറീസയിൽ ഗ്രഹാം സ്റ്റെയിൻസ് എന്ന് പറയുന്ന ഒരു ഓസ്ട്രേലിയൻ മിഷണറി, അദ്ദേഹത്തിന് 2 പിഞ്ചു കുഞ്ഞുങ്ങളടക്കം അവർ 3 പേര് രക്തസാക്ഷികളായി. അപ്പം നമ്മൾ ചോദിക്കാം, ആ 2 പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് ദൈവവേല ഒന്നും ചെയ്യാൻ സാധിച്ചില്ലല്ലോ, എന്തിനാ ഒരുപാട് ചെയ്യുന്നത്? കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഒറീസയിൽ ബോണ്ടോസ് എന്ന് പറയുന്ന ഒരു ട്രൈബൽസിൻ്റെ ഇടയിൽ പ്രവർത്തിക്കുന്ന ഒരു ദൈവദാസൻ ദൈവത്തിൻ്റെ വേലയ്ക്ക് വേണ്ടി തന്നെ സമർപ്പിച്ചത് ഇവർ രക്തസാക്ഷിയായ സാക്ഷ്യം കേട്ടപ്പോഴാണ് തന്നെ ദൈവവേലയ്ക്ക് വേണ്ടി സമർപ്പിച്ചത്. അതായത് ഒരു ഫിലിപ്പും തിമോത്തിയും ദൈവവേലയ്ക്ക് വേണ്ടി അനേകരെ തയ്യാറാക്കുന്ന ഒരു ബൈബിൾ സ്കൂളായിട്ട് മാറിയെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പം നമുക്ക് ഒരു നഷ്ടം, ലൗകികമായ ഭൗമികമായ ഒരു നഷ്ടം അല്ലെങ്കിൽ ലാഭം, അത് നോക്കിയല്ല നമ്മൾ തീരുമാനിക്കേണ്ടത്. ആരെ തിരഞ്ഞെടുക്കണം? യേശു രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചിട്ട് തിരഞ്ഞെടുപ്പ് നടത്തുന്നു. ആ തിരഞ്ഞെടുപ്പ് അന്നത്തെ ആളുകളുടെ അഭിപ്രായത്തിൽ ഒരു പരാജയമായിരുന്നു. പത്രോസിനെ പോലെയുള്ള ഞങ്ങളിൽ ആരാണ് വലിയവനെന്ന് ചോദിക്കുന്ന ആളുകൾ ഒരിക്കൽ യേശു ശിഷ്യന്മാരോട് പറഞ്ഞു, എത്ര കാലം ഞാൻ നിങ്ങളെ സഹിക്കും? അങ്ങനെയുള്ള കുറേ 12 എണ്ണത്തിനെയാണ് യേശു തിരഞ്ഞെടുത്തത്. ടോട്ടൽ ഫെയിലിയർ, പൂർണ്ണ പരാജയം. പൂർണ്ണ പരാജയത്തിനൊരു കാരണമുണ്ട്, യേശു പ്രാർത്ഥിച്ചു. നമ്മുടെ ഫുൾ സക്സസ് എന്താ കാര്യം? നമുക്ക് പ്രാർത്ഥിക്കാനൊന്നും സമയമില്ല. പക്ഷെ ആരാ പറയേണ്ടത്? പിതാവ് പറയണം, എൻ്റെ ഹിതം പോലെ കാര്യങ്ങൾ സംഭവിച്ചു, അല്ലെങ്കിൽ എൻ്റെ ഹിതം പോലെ കാര്യങ്ങൾ സംഭവിച്ചില്ല. എന്താണ് ശുശ്രൂഷ? ശുശ്രൂഷ എന്ന് പറയുന്നത് അനുസരണം മാത്രമാണ്. നമുക്കറിയാം, ധിക്കാരം ഒരുപാട് വർദ്ധിച്ചിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. അപ്പോസ്തലനായ പൗലോസ് തിമോത്തിയോസിന് ലേഖനം എഴുതുമ്പോൾ പറയുന്നത്, അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരുമെന്ന് പറഞ്ഞിട്ട് അന്ത്യകാലത്തെ ദുർഘട സമയം എന്താണെന്ന് പറയുന്നതിൻ്റെ ആദ്യത്തെ വാക്ക് മനുഷ്യർ സ്വസ്നേഹികളാകും. അന്ത്യകാലം എന്നതിൻ്റെ തെളിവ് എല്ലാ കാലത്തും മനുഷ്യന് സ്വസ്നേഹം ഉണ്ടായിരുന്നെങ്കിലും ഈ കാലഘട്ടം നമുക്കറിയാം, മനുഷ്യൻ്റെ സ്വസ്നേഹം ഒരുപാട് വർദ്ധിച്ചിരിക്കുന്നു. എനിക്കിഷ്ടമുള്ളത് ഞാൻ ചെയ്യും, എനിക്കിഷ്ടമുള്ളത് പറയും, എനിക്കിഷ്ടമുള്ളിടത്തേക്ക് ഞാൻ പോവും, നീ ആരാ ചോദിക്കാൻ? ശുശ്രൂഷ എന്ന് പറയുന്നത് അനുസരണമാണ്, വിധേയത്വമാണ്. ഒടുവിൽ നാം എല്ലാവരും പിതാവിൻ്റെ സന്നിധിയിൽ നിൽക്കണം. കർത്താവ് ന്യായാധിപതിയായി നമ്മോടൊക്കെ കണക്ക് ചോദിക്കും. നമ്മൾ പറയുന്ന ഓരോ നിസ്സാര വാക്കിനും കണക്ക് ചോദിക്കും. അപ്പം ഞാൻ പറയും, കർത്താവേ, ഞാൻ കഴിഞ്ഞ 20 വർഷമായി കർത്താവിന് വേണ്ടി വയൽ പ്രദേശത്ത് അത്യധ്വാനം ചെയ്യുകയാണ്.
എൻ്റെ മക്കളെ ശരിയായിട്ട് വിദ്യാഭ്യാസം ചെയ്യിക്കാൻ കഴിഞ്ഞില്ല, പലപ്പോഴും പട്ടിണി കിടന്നു. ഇതൊക്കെ ഞാൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ പറയുമ്പോൾ ദൈവം ഉടനെ അവിടുത്തെ രജിസ്റ്റർ എടുത്ത് നോക്കും. അതായത് അവിടുത്തെ രജിസ്റ്ററും, അതായത് ഞാൻ ജനിക്കുന്നതിന് മുൻപ് എഴുതി വെച്ച രജിസ്റ്റർ, നമ്മുടെ എല്ലാം ജീവിതത്തിൻ്റെ ബ്ലൂ പ്രിന്റ് ദൈവം നാം ജനിക്കുന്നതിന് മുമ്പ് എഴുതി കഴിഞ്ഞു. അതും ഇത് ഒത്തുനോക്കും. ദൈവഹിതം പോലെയാണോ ഞാൻ ചെയ്തത്? ബൈബിൾ പണ്ഡിതന്മാർ പറയുന്നത് മിസ്രൈമിൽ നിന്ന് ഇസ്രായേലിലെത്താൻ 40 ദിവസം മതി. നടന്നു പോകുമ്പോൾ 40 ദിവസം കൊണ്ട് എത്താവുന്ന വഴിയേ ഉള്ളൂ. പിന്നെ എന്തുകൊണ്ട് 40 വർഷമായത്? അതായത് ഇവർ പോകേണ്ട റൂട്ട് മാപ്പ് ദൈവം നേരത്തെ വരച്ചിട്ട് ഇവരുടെ കൈ കൊടുത്തു. പക്ഷെ ഇവരെന്ത് ചെയ്തു? ഇവർ ഓരോ പോയിന്റിലും തന്നിഷ്ടം പോലെ പ്രവർത്തിച്ചപ്പോൾ ദൈവം റൂട്ട് മാപ്പ് ഒന്ന് തിരുത്തിയിട്ട് ഒരു വട്ടക്കറക്കം, ആ കറക്കം ഒരു 10 വർഷം. അടുത്ത സ്ഥലത്ത് പോയ പിന്നെയും പിറുപിറുപ്പും അനുസരണക്കേടും, ഉടനെ അവിടെ ഒരു കറക്കം, അതും പോയി 10 വർഷം. 40 ദിവസം കൊണ്ട് എത്തേണ്ടത് 40 വർഷം കൊണ്ട്. അതും ഈ ഇറങ്ങി പുറപ്പെട്ട ഒറ്റണ്ണകത്തേക്ക് കയറിയിട്ടില്ല, അവരുടെ മക്കളാണ് കയറിയത്, യോശുവയും കാലേബും ഒഴിച്ച്. എന്താ ശുശ്രൂഷ! അവസാനം ദൈവത്തോട് കണക്ക് പറയുമ്പോൾ ദൈവത്തിന് അറിയേണ്ടത് ദൈവം പറഞ്ഞതാണോ ഞാൻ ചെയ്തത്, പറഞ്ഞത് മാത്രമാണോ ഞാൻ ചെയ്തത്? അനുസരണം. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 38-ാമത്തെ വാക്യം. ഞാൻ എൻ്റെ ഇഷ്ടമല്ല, എന്നെ അയച്ചവൻ്റെ ഇഷ്ടമത്ര ചെയ്യുവാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നത്. ഞാൻ എൻ്റെ ഇഷ്ടമല്ല, എന്നെ അയച്ചവൻ്റെ ഇഷ്ടം. പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൻ്റെ വിജയം എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്തു എന്നതിൻ്റെ അടിസ്ഥാനത്തിലല്ല, ആര് പറഞ്ഞിട്ട് ചെയ്തു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. എത്ര അധികം നമ്മൾ ചെയ്താലും, എത്ര അധികം ഫലമുണ്ടായാലും അതൊന്നും ദൈവസന്നിധിയിൽ വിലപ്പോകുകയില്ല. ഞാൻ പറഞ്ഞതാണോ, പിതാവ് പറഞ്ഞതാണോ ഞാൻ ചെയ്തത്? എന്തുകൊണ്ടാണ് ജീവിതത്തിൽ തളർന്നു പോകുന്നത്? മോശ കണ്ട മുൾപ്പടർപ്പ് കത്തുന്ന ആ ഒരു ദർശനം, ആ മുൾപ്പടർപ്പിൻ്റെ പ്രത്യേകത, മുൾപ്പടർപ്പ് കത്തുന്നുണ്ട് പക്ഷെ കത്തിത്തീരുന്നില്ല. മുൾപ്പടർപ്പ് കത്തിത്തീരുന്നില്ല. ഞാൻ കഴിഞ്ഞ 10-20 വർഷത്തിലധികമായി ഇന്ത്യയിലുള്ള സ്ഥലങ്ങളിലൊക്കെ യാത്ര ചെയ്ത് പല മിഷണറിമാരോടുകൂടി താമസിക്കുകയും സമയങ്ങൾ ചെലവഴിക്കുകയും ചെയ്തൊരു വ്യക്തിയാണ്. ഞാൻ കണ്ടിട്ടുള്ള ഒരു പൊതുവായ ഒരു പ്രത്യേകത, ഈ കാലഘട്ടത്തിൽ ഉണ്ടാകുന്നൊരവസ്ഥ, പലരും നിരാശരാണ്. ഉള്ളിൻ്റെ ഉള്ളിൽ, പുറത്തൊക്കെ ഇങ്ങനെ കാണിച്ചാലും ഉള്ളിൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ ചെയ്തു, എന്താ ചെയ്തെന്ന് ചോദിച്ചാൽ അറിയത്തില്ല, നിരാശരാണ്. പല പാസ്റ്റേഴ്സും ഫാസ്റ്റ് ചെയ്യുന്നത് അവരുടെ അടുത്ത ചർച്ചിലെ ആളുകൾ ഒരാഴ്ച ഫാസ്റ്റിംഗ് പ്രഖ്യാപിച്ചു. അപ്പം നാണം കേടാണ്, വിശ്വാസികൾ ഇവിടെ ചോദിക്കും നമുക്ക് ഫാസ്റ്റിംഗ് ഇല്ലേ, ഉടനെ പ്രശ്നം മാറാൻ വേണ്ടി ഇവിടെ ഫാസ്റ്റിംഗ്. എനിക്ക് ആരെയാണ് പ്രസാദിപ്പിക്കേണ്ടത്? പൗലോസ് ഇങ്ങനെ പറയുന്നു, ഞാൻ മനുഷ്യരെയോ ദൈവത്തെയോ ഇപ്പോൾ പ്രസാദിപ്പിക്കുന്നത്. മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നുവെങ്കിൽ ക്രിസ്തുവിൻ്റെ ദാസനായിരിക്കാൻ കഴിയുകയില്ല. നമ്മൾ ഇവിടെ നിന്ന് പോകുമ്പോൾ നമ്മൾ മാത്രമേ കാണൂ. സഭക്കാർ കാണത്തില്ല, നിങ്ങൾ പ്രവർത്തിക്കുന്ന ഓർഗനൈസേഷൻ കാണത്തില്ല. അതിനുശേഷം നമ്മൾ കണക്ക് പറയാൻ കർത്താവിൻ്റെ സന്നിധിയിൽ നിൽക്കുമ്പോൾ അവിടെ 3 പേരെ കാണും. 1 ഞാൻ കാണും, 2 കർത്താവ് കാണും, 3 കർത്താവിൻ്റെ വചനം കാണും. കർത്താവിൻ്റെ വചനപ്രകാരം ന്യായം വിധിക്കുന്ന നാളിൽ, അതായത് കർത്താവിൻ്റെ വചനം എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ മനസ്സ്, കർത്താവിൻ്റെ ഉദ്ദേശങ്ങൾ, കർത്താവ് നമുക്ക് പറഞ്ഞിരിക്കുന്ന വഴികൾ. ഞാൻ ഇന്നിൻ്റെ കാര്യങ്ങൾ ചെയ്തു എന്ന് പറയുമ്പോൾ കർത്താവ് ചോദിക്കുന്ന ചോദ്യമുണ്ട്, ആര് പറഞ്ഞിട്ട് ചെയ്തു? ഞാൻ ആസിയയിൽ പോയി കർത്താവെ ഞാൻ സുവിശേഷം പ്രസംഗിച്ചപ്പോൾ 250 പേര് രക്ഷിക്കപ്പെട്ടു, 50 പേര് പരിശുദ്ധാത്മ പ്രാപിച്ചു. അപ്പോൾ കർത്താവ് പറയും, ഞാൻ നിന്നോട് പറഞ്ഞല്ലേ പോകരുതെന്ന്, ഞാൻ അവിടെ പോയിട്ട് സുവിശേഷം പ്രസംഗിച്ചിട്ട് 250 പേര് രക്ഷിക്കപ്പെട്ട കാര്യമൊന്നും കർത്താവിന് വിഷയമല്ല. കർത്താവിൻ്റെ വിഷയം ഞാൻ പറഞ്ഞിട്ട്, ഞാൻ വിലക്കിയില്ലേ, എന്നിട്ട് നീ എന്തിനാ അവിടെ പോയത്? മറിച്ച് ഞാൻ പറയുകയാണ്, കർത്താവേ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയില്ല, പക്ഷേ കർത്താവ് പറഞ്ഞത് ഞാൻ ചെയ്തു. അപ്പോൾ കർത്താവ് വിളിക്കുന്നൊരു വിളിയുണ്ട്, നല്ലവനും വിശ്വസ്തനുമായ ദാസനെ. പ്രിയ ദൈവമക്കളെ, ദൈവത്തിൻ്റെ മഹത്തായ ശുശ്രൂഷ ചെയ്യുവാൻ
വഴിത്തലക്കിൽ മിനക്കെട്ട് നിന്നിരുന്ന നമ്മെ കർത്താവ് വിളിച്ചു. നമ്മുടെ ആരുടെയും ശ്രേഷ്ഠതയല്ല. അബ്രഹാം ഏതിനാൽ നീതീകരിക്കപ്പെട്ടു? വിശ്വാസത്താൽ, കൃപയാൽ, തൻ്റെ നീതിപ്രവൃത്തികൾ കൊണ്ടല്ല. നമ്മളെ ദൈവം വിളിച്ച മഹത്തായ ശുശ്രൂഷയ്ക്കായി ആക്കി. നമ്മൾ ചെയ്യുന്ന ദൈവത്തിൻ്റെ വേല വളരെ മഹത്തായ ഒരു ശുശ്രൂഷയാണ്. ദൈവത്തിൻ്റെ വചനം നാവിലെടുക്കാനുള്ള ഭാഗ്യം ദൈവം നമുക്ക് നൽകുന്നു. കർത്താവ് പറഞ്ഞത്, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരം എനിക്ക് നൽകപ്പെട്ടിരുന്നു, ആകയാൽ നിങ്ങൾ പോകാം. ദൈവത്തിൻ്റെ അധികാരത്തോടു കൂടിയാണ് നമ്മൾ പോകുന്നത്. ഒരു പക്ഷേ നമ്മെ ലോകം പുച്ഛിക്കുമായിരിക്കും, ലോകം നിന്ദിക്കുമായിരിക്കും. പക്ഷെ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ദൈവത്തിൻ്റെ അധികാരത്തോടെയാണ് നാം പോകുന്നത്. ദൈവം നമ്മളെ അയച്ചിട്ടാണ് പോകുന്നത്. നമുക്ക് ഇഷ്ടമുള്ളത് ചെയ്യാനല്ല, അയച്ചവൻ്റെ ഇഷ്ടം ചെയ്യാൻ. യേശുവിനെ പിതാവ് അയച്ചതുപോലെ, എന്നെ പിതാവ് അയച്ചതുപോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. എന്താണ് ശുശ്രൂഷ? അനുസരണമാണ് ശുശ്രൂഷ. പിതാവിനെ അനുസരിക്കലാണ് ശുശ്രൂഷ. പരിശുദ്ധാത്മാവിനെ അനുസരിക്കലാണ് ശുശ്രൂഷ. ഞാൻ പ്രാർത്ഥിക്കുന്നു, ദൈവത്തിൻ്റെ ഹിതം തിരിച്ചറിയാനും ആ തിരിച്ചറിഞ്ഞ ഹിതത്തിനനുസരിച്ച് ഓരോ ചൂടുകളും ശ്രദ്ധാപൂർവം വയ്ക്കുവാനും ഒടുവിൽ നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്നുള്ള വിളി കേൾക്കുവാനും ദൈവം നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹം നൽകട്ടെ.